ഇന്ന് ദുബായിലൊരു തിങ്കളാഴ്ച ഏട്ടാ. പതിവ് പോലെ കാലത്ത് എന്റെ നേരം വൈകിണ്ട് ഞാൻ ജിമ്മിലേക്ക് ഇന്ന് ഓടിച്ചാണ് പോയതിട്ടാ. ജിമ്മിൽ എത്തിയിട്ട് ഞാൻ കുറച്ച് ചെസ്റ്റിനും കുറച്ച് ഷോൾഡറിനും കുറച്ച് ട്രൈസെപ്സിനും പിന്നെ കുറച്ച് ആപ്സിനും അടിച്ചിട്ട് അവസാനം കുറച്ച് കഴുത്തിനും അടിച്ചു വിട്ടുക. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ജിമ്മിന്റെ ബിൽഡിങ്ങിന്റെ താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചപ്പോഴും ഒരു കറുപ്പ പൂച്ച എന്നെ ഒന്ന് ഭക്ഷണം തട്ടിപ്പറിക്കാനായിട്ട് ഓടി വന്നതിട്ടാ. പൂച്ചയുടെ ശല്യം കാരണം ഞാൻ തിരിച്ച് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ ഒരു സ്റ്റെപ്പും ഇരുന്നിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പുണ്ട് ബിൽഡിങ്ങിന്റെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേറൊരു പൂച്ച വരുന്നു. ഈ ദുബായിൽ എല്ലായിടത്തും പൂച്ചയുടെ ശല്യട്ടാ. എനിക്ക് കഴിക്കാനുള്ള പ്രോട്ടീനൊക്കെ അളന്ന് കൊണ്ടുവന്ന കാരണം പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടാ. പക്ഷെ അവസാനം പൂച്ചനെ കണ്ട് മനസ്സലിഞ്ഞിട്ട് ഞാൻ എന്റെ കുറച്ച് കാർബോഹൈഡ്രേറ്റ് പൂച്ചയ്ക്ക് കൊടുത്തു. അപ്പൊ പൂച്ചയും ഹാപ്പി ആയി, ഞാനും ഹാപ്പി ആയി. പിന്നെ ഞാനൊരു റേസിസ്റ്റ് അല്ലാത്ത കാരണം ബിൽഡിങ്ങിന്റെ താഴേക്ക് ഇറങ്ങിയിട്ട് നേരത്തെ കണ്ട കറുപ്പ് പൂച്ചയ്ക്കും കുറച്ച് കാർബോഹൈഡ്രേറ്റ് കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ ദുബായ് ക്യൂസൈസിലുള്ള വർഗീസേട്ടൻ നടത്തുന്ന വീഡിയോ സെന്റർ 88 എന്ന് പറഞ്ഞ ഒരു കാസറ്റ് കടയിൽ കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ദുബായിൽ ഇങ്ങനത്തെ ഒരു കാസറ്റ് കട കാണുന്നത്. നീ കാണുന്നതാട്ടാ വർഗീസേട്ടൻ. ഈ ലോകത്തിലുള്ള എല്ലാ സിനിമകളിലും CD കടയിലുണ്ട് കേട്ടാ. അത് മാത്രമല്ല കുറെ കാസറ്റുകളും ഉണ്ട്. അങ്ങനെ പല സിനിമകളുടെയും CD തപ്പണേന്റെ ഇടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയുടെ CD ഞാൻ അവിടെ നിന്ന് കണ്ടുപിടിച്ചു കേട്ടാ. ഞാൻ എന്തൊക്കെയാണ് ഈ വർഗീസേന്റെ കടയിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഒരു 10-30 വർഷമായിട്ട് നിധി പോലെ കൊണ്ടു നടക്കുന്ന ഒരു 4 കാസറ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടാ. എന്റെ ഡാഡിയുടെയും മമ്മിയുടെയും കല്യാണത്തിന്റെയും പിന്നെ എന്റെ ആദ്യത്തെ ബർത്ത്ഡേയുടെ കാസറ്റുകളായിരുന്നു കേട്ടത്. ഇത് പ്ലേ ചെയ്യാനായിട്ട് എനിക്കൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെ വർഗീസേട്ടനാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു പെൻഡ്രൈവിലേക്ക് എല്ലാ വീഡിയോസും കോപ്പി ചെയ്ത് തരാന്ന് പറഞ്ഞു കേട്ടാ. മര്യാദയ്ക്ക് സൂക്ഷിക്കാത്ത കാരണം കാസറ്റിലൊക്കെ ഫംഗസ് പിടിച്ചെങ്കിലും വർഗീസേട്ടൻ അയാളുടെ പരമാവധി ട്രൈ ചെയ്യാന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അങ്ങനെ ഏറ്റവും അവസാനം എനിക്ക് ആ വർഗീസേട്ടൻ കൺവേർട്ട് ചെയ്തിട്ടുള്ള പെൻഡ്രൈവ് എനിക്ക് തന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ആ പെൻഡ്രൈവ് കണ്ടപ്പോ. ഇന്നത്തെ ദിവസത്തിന്റെ എന്റെ പ്രതീക്ഷ മൊത്തം ഈ കാണുന്ന പെൻഡ്രൈവിലാട്ടാ. അപ്പൊ ഇനി എന്നിട്ടായാലും ഞാൻ ഈ പെൻഡ്രൈവിന്റെ ഉള്ളത്തെ വീഡിയോസ് കണ്ടിട്ടുള്ള അഭിപ്രായം നാളെ പറയാട്ടാ.